പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ പ്രതിപക്ഷം ചില ആവശ്യങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലൊക്കെ നിരവധി ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മുടെ ഒരു നിലപാട് എന്താണ് കോൺഗ്രസിന്റെ? ഞങ്ങൾ പൊതുവെ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷവും പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിപക്ഷത്തിന് ആവശ്യം വേണ്ടുന്ന സമയം നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണം. പാർലമെൻറ്റിൽ ശക്തമായ ഡിബേറ്റുകൾ ഉണ്ടാകണം. സ്വാഭാവികമായും ഇപ്പോൾ കണ്ടുവരുന്നത് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി സഭ ചേരുക, സഭ പിരിയുക എന്ന സ്ഥിതിയാണ്. രാജ്യത്തെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇപ്പോൾ കോളിംഗ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, അതുപോലെ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ തുടങ്ങി ധാരാളം ചട്ടങ്ങൾ, നിയമങ്ങൾ നിലവിലുണ്ട്. പക്ഷേ ആ ചട്ടങ്ങളനുസരിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ അനുവദിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എന്തിനേറെ സ്വകാര്യ അംഗങ്ങൾക്കുള്ള സമയം പോലും ഫലപ്രദമായി ലഭിക്കാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷമായി പാർലമെൻറ്റിലുള്ളത്. അതുകൊണ്ട് ഇന്നലെ പൊതുവായി സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന ഏറ്റവും ശക്തമായിട്ടുള്ള വികാരം ഗവൺമെൻറ്റിൻ്റെ ബിസിനസ്സുകൾ ട്രാൻസാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ പൊതുവായ വിഷയങ്ങൾ വിവിധ വകുപ്പുകളിലൂടെ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവസരവും അവകാശവും പരമാവധി നൽകാൻ വേണ്ടി തയ്യാറാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ ഈ സഭ ആരംഭിക്കുമ്പോൾ തന്നെ 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ തന്നെ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു ദശലക്ഷക്കണക്കിന് വരുന്ന രാജ്യത്തെ കുട്ടികളെ ബാധിക്കുന്ന നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ചർച്ച ചെയ്യാൻ പോലും അന്ന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പം നീറ്റ് എക്സാമിനേഷൻ മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൻ്റെ മുഴുവൻ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചും വലിയ സംശയവും ആശങ്കയും സമൂഹത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതല്ലേ പാർലമെൻറ്റ് കൂടുമ്പോൾ ചർച്ച ചെയ്യേണ്ടത്? അതുപോലെ ഇപ്പോൾ ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടകളുടെ മുമ്പാകെ അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് മതപരമായ വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങളാണ് UP ഗവൺമെൻറ്റിൻ്റെയും ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ തന്നെ ഈ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിലാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് 6 പേരാണ് ആൾക്കൂട്ട കൊലപാതകത്തിൽ മരണപ്പെട്ടത്. അതുപോലെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സാമുദായികമായ മതപരമായ വിഭാഗീയത വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ നിന്ന് BJP പിന്നോട്ട് പോകാൻ ഇപ്പോഴും തയ്യാറല്ല എന്ന് കാണിക്കുന്ന അനുഭവങ്ങളാണ് ഈ കാലം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ രാജ്യത്തെ ഗുരുതരമായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിലക്കയറ്റം, ഇത്തരം വിഷയങ്ങൾ, അതുപോലെ ജമ്മു കാശ്മീർ വളരെ സുരക്ഷിതമായി മാറി ജമ്മു കാശ്മീർ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം എടുത്തു കളഞ്ഞതോടുകൂടി സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ തന്നെ ജമ്മു ഭാഗത്ത് വ്യാപകമായ നിലയിലാണ് തീവ്രവാദികളുടെ ഇൻഫിൽട്രേഷനും ആക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു ഭീകരാക്രമണം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം. അതുപോലെ മണിപ്പൂർ ഇഷ്യൂ, 1 വർഷവും മാസങ്ങളും പിന്നിട്ടതിന് ശേഷവും മണിപ്പൂർ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ചൈനയുടെ ഇൻവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റും ഗവൺമെൻറ്റിൻ്റെ ബിസിനസ്സും മാത്രം ട്രാൻസാക്ട് ചെയ്ത് അത്യാവശ്യം അവരുടെ ബില്ലുകളും പാസ്സാക്കിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഗൗരവതരമായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, പ്രതിപക്ഷ പാർട്ടികളെ കൂടി കേൾക്കാൻ, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നുള്ള ശക്തമായ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചത്. ആ നിലപാട് തന്നെ പാർലമെൻറ്റിനകത്തും തുടരും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ നീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം 193 ലോക്സഭയിൽ 193 അനുസരിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ് നിലപാടനുസരിച്ചായിരിക്കും BICയിൽ പലപ്പോഴും തീരുമാനമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ച് പ്രതിപക്ഷത്തെ കൂടി കേൾക്കാൻ, പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാൻ. അതായിരുന്നല്ലോ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റ്. ഒരു ശക്തമായ പ്രതിപക്ഷം ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമാണ് എന്ന വലിയ സന്ദേശമാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പം 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. അതൊക്കെ കേരളത്തിന് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷിക്കാമോ?
അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. ഇതെല്ലാം രാഷ്ട്രീയ തീരുമാനമാണ്. ഒരു ഗവൺമെൻറ് രാഷ്ട്രീയമായ തീരുമാനം സംസ്ഥാനങ്ങളോട്, നമുക്കറിയാം സംസ്ഥാനങ്ങളല്ല ഇപ്പോൾ എല്ലാം കേന്ദ്രീകൃത സംവിധാനമാണ്. സംസ്ഥാനങ്ങളുടെ അവകാശം കവർന്നെടുത്തുകൊണ്ട് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ തന്നെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, കോമ്പറ്റീറ്റീവ് ഫെഡറലിസം എന്ന പേരിലൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാകുന്ന സ്ഥിതിയാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള അവകാശങ്ങൾ കൂടി കേന്ദ്ര ഗവൺമെൻറ് കവർന്നെടുക്കുന്ന ഒരു സ്ഥിതിയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണനയും പ്രാതിനിധ്യവും നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ ബഡ്ജറ്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചറിയില്ല. വളരെ ഫേവറബിൾ സിറ്റുവേഷനാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. 2.11 ലക്ഷം കോടി രൂപയാണ് റിസർവ് ബാങ്കിൻ്റെ ഡിവിഡൻഡായി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഗണ്യമായ വർധനവ്, 11% പ്രതീക്ഷിച്ച സ്ഥാനത്ത് 19% വർധനവ് പ്രത്യക്ഷ നികുതിയുടെ കാര്യത്തിൽ മാത്രമുണ്ടായി. GST നികുതിയുടെ കാര്യത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായി. അത്തരം സാഹചര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് പ്രത്യക്ഷ നികുതിയിലുള്ള ഇളവ്. കാരണം വിലക്കയറ്റം കുറയ്ക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളവുകൾ നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന നിയന്ത്രിക്കാൻ, കുറച്ച് ഈ ഇൻഫ്ലേഷൻ, ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷനൊക്കെ ഗണ്യമായ നിലയിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമോ എന്നുള്ളതാണ്. അതിന് കഴിയുന്നൊരു സാമ്പത്തിക പശ്ചാത്തലം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം പലപ്പോഴും കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയും താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ബഡ്ജറ്റിൽ കേരളത്തിന് വലിയ പ്രതീക്ഷ വേണ്ട എന്നുള്ളത് തന്നെയാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റിന് പ്രത്യേകിച്ചൊരു പാക്കേജ് അവർ അനുവദിക്കുന്നത് നേരത്തെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി ആവശ്യപ്പെടുന്നത് ബീഹാറും അതുപോലെ ആന്ധ്രാപ്രദേശും ഒക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും, കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കൂടുതൽ അധികാരവും അവകാശവും സാമ്പത്തിക വിധവും സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ട് വികേന്ദ്രീകൃത സ്വഭാവത്തെ, അധികാര വികേന്ദ്രീകരണം പഞ്ചായത്തുകളിൽ മാത്രം നടപ്പാക്കിയാൽ പോരാ, കേന്ദ്രത്തിൽ നിന്നും അധികാരം സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുകയും സാമ്പത്തിക വിഭജനത്തിൻ്റെ കാര്യത്തിൽ, വിതരണത്തിൻ്റെ കാര്യത്തിൽ നീതിപൂർവകമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുകയും വേണം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, ഇപ്പം കർണാടകയിൽ ഷിരൂർ മേഖലയിൽ അർജുനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. 6ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും ഒരു വേണ്ട രീതിയിലേക്കുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളതാണ് കർണാടകയിൽ ഷിരൂരിൽ നമ്മുടെ ഒരു സഹോദരൻ കാണാതായിട്ടുള്ളത്. തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. പക്ഷേ ആദ്യ 2-3 ദിവസങ്ങളിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. മഴയും കാറ്റും മണ്ണിടിച്ചിലും കാരണം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അധികൃതരുടെ വിശദീകരണം. ഏതായാലും ഇതിനെയൊക്കെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താതെ എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അനുകൂലമായ വാർത്ത ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായും ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. നീറ്റ്, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരും. അത്തരം വിഷയങ്ങളിൽ മേൽ കൃത്യമായിട്ടുള്ളൊരു ചർച്ചയുണ്ടാകും. അതുണ്ടാകണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിതേന്ദ്രനൊപ്പം വിനീത VG 24.